എനർജി ഫ്ലോസ്, അറ്റൻഷൻ ഗോസ്. ഞാനന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ എങ്ങോട്ടാണോ നമ്മുടെ ശ്രദ്ധ പോകുന്നത്, അങ്ങോട്ടാണ് നമ്മുടെ എനർജി പോകുന്നത്. എങ്ങോട്ടാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, അങ്ങോട്ടാണ് നിങ്ങളുടെ എനർജി പോവുക. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, 7 വാക്കുകൾ നമ്മൾ പറയാതിരിക്കണം. ഓർമ്മയുണ്ട് അത്? ഇല്ല. ഇന്ന് ഒരു പേര് ആയിഷ ഇപ്പോ സംസാരത്തിനിടയിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞു. ഈ ഡിപ്രഷൻ എന്താണെന്നറിയോ? 10,000 ആളുകളാണ് 2024 കേരളത്തിൽ ആത്മഹത്യ ചെയ്തത്. അതിൽ ബഹുഭൂരിഭാഗം ആളുകളും അനുഭവിച്ച പ്രശ്നമാണ് ഡിപ്രഷൻ. 2% ആളുകൾ ഡിപ്രഷൻ അനുഭവിക്കുന്നവർ ഇമ്മീഡിയറ്റ്ലി സൂസൈഡ് ചെയ്യും. 17% ആളുകൾ സൂസൈഡിന്റെ വക്കത്താണ്. 80% ആളുകൾ അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല. ഒന്നിൽ മന്ത്രവാദം, അല്ലെങ്കിൽ മരുന്ന്, ആത്മീയ ചികിത്സ, തട്ടിപ്പ് തെറാപ്പികൾ, ഉപദേശം, കമാൻഡ്, ഇതിലൂടെ ജീവിച്ചു പോകുന്ന ഒരു വലിയ വിപത്താണ് ഡിപ്രഷൻ. നമ്മൾ വളരെ തമാശക്ക് ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡിപ്രഷൻ തൊട്ട് തീണ്ടിയിട്ടില്ല. പക്ഷെ അത് പറയുമ്പോൾ നമുക്കും അങ്ങനെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ ഡിപ്രഷൻ, എനിക്ക് ഡിപ്രഷൻ ഇല്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് നിരാശയില്ല, എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുക. ഇന്ന് മുതൽ നിങ്ങൾ ആ വാക്ക് ഉപയോഗിക്കാതിരിക്കുക. പ്രതീക്ഷയുണ്ട് എന്ന് പറയാം. എനിക്ക് അസുഖമൊന്നുമില്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് നല്ല സുഖമാണെന്ന് പറയാം. ഇൽനെസ് ഒഴിവാക്കുക. എനിക്ക് ആരോടും അസൂയയില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാം. എനിക്ക് ആരോടും പകയില്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് സ്നേഹമാണെന്ന് പറയാം. എനിക്ക് പരാജയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ വിജയിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയാം. എനിക്ക് എന്നോട് ഒരു തെറ്റിദ്ധാരണയില്ല, അതിന് പകരം ഞാൻ തന്നെ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയാം. ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രശ്നം വേണ്ട. ജീവിതത്തിലെ പരിഹാരങ്ങൾ കണ്ടെത്താൻ, അങ്ങനെ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. അപ്പൊ നിരാശ വേണ്ട, അസുഖം വേണ്ട, പരാജയം വേണ്ട, അസൂയ വേണ്ട, പക വേണ്ട, തെറ്റിദ്ധാരണ വേണ്ട, പിന്നെ പ്രശ്നവും വേണ്ട. ഇത് നിങ്ങളൊന്ന് പറയുന്നതൊന്ന് ഒഴിവാക്കി നോക്കി. ഒരു 21 ദിവസം നിങ്ങളിത് പറയാതെ ഇരുന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമില്ലെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് അറിയുന്ന ഏറ്റവും വലിയ തെറികൾ നിങ്ങൾ അറിയും. ഓക്കെ? ഇന്ന് മുതൽ നമ്മുടെ എനർജി അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ജീവിക്കും. താങ്ക് യു.